ഒരു വ്യക്തി തൻ്റെ ലൈംഗികാവയവം സ്പർശിച്ചാൽ ആ വ്യക്തി വുളു എടുക്കേണ്ടതുണ്ടോ? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമാ ഹുവ ബിദ്അത്തുൻ മിൻക ഔ ജസദിക്, അത് നിന്റെ ശരീരത്തിൽപ്പെട്ട മറ്റു അവയവങ്ങൾ പോലെയുള്ള ഒരു അവയവം മാത്രമാണ്. മറ്റൊരു റിവായത്തിലുള്ളതില്ല, വുളു എടുക്കേണ്ടതില്ല. കാരണം ഇന്നമാ ഹുവ ബിദ്അത്തുൻ മിൻക ഔ ജസദിക്, നിന്റെ ശരീരത്തിലുള്ള മറ്റു അവയവങ്ങൾ പോലെയുള്ള ഒരു അവയവം മാത്രമാണത്, അതുകൊണ്ട് വുളു എടുക്കേണ്ടതില്ല. അപ്പോൾ ഈ ഹദീസ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം വ്യക്തമായി ചോദിക്കുകയാണ്. എന്താണ്? ഒരാൾ തൻ്റെ ഔറത്ത് സ്പർശിച്ചാൽ വുളു എടുക്കേണ്ടതുണ്ടോ എന്ന് വ്യക്തമായി ചോദിച്ചപ്പോൾ അങ്ങനെ വേണ്ടതില്ല എന്നും അത് നിൻ്റെ ശരീരത്തിലെ മറ്റ് അവയവം പോലെ തന്നെയാണ്. ആ മറ്റു അവയവങ്ങൾ, ഉദാഹരണത്തിന് ഒരാൾ തൻ്റെ മൂക്ക് സ്പർശിച്ചാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പറഞ്ഞത്, ഒരാളുടെ മൂക്ക് സ്പർശിക്കലും ഈ ഭാഗം സ്പർശിക്കലും ഒരേപോലെയാണ്. അത് അദ്ദേഹം പറയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കാണ്. അപ്പോൾ ആ രൂപത്തിലേ അതിനെ കാണേണ്ടതുള്ളൂ, വുളു മുറിയുകയില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വുളു മുറിയുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒരാൾ തൻ്റെ ഔറത്ത് സ്പർശിച്ചാൽ വുളു എടുക്കണം എന്ന ഹദീസ്, ഇവിടെ പറയുന്നു വുളു എടുക്കേണ്ടതില്ല, ഇത് വൈരുദ്ധ്യമല്ലേ എന്ന് തോന്നിയേക്കാം. എന്നാൽ അൽഹംദുലില്ലാഹ് പണ്ഡിതന്മാർ വളരെ കൃത്യമായി അതിനെ നമുക്ക് ജംഅ് ചെയ്ത് ഈ രണ്ട് തെളിവുകളെയും നമുക്ക് ഒരുമിപ്പിച്ച് തന്നിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുക്കണം എന്ന് പറഞ്ഞതും വുളു എടുക്കരുത് എന്ന് പറഞ്ഞതും രണ്ടും രണ്ട് സന്ദർഭങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഏതാണ് ആ സന്ദർഭം? ഉലമാക്കളിൽ മഹാഭൂരിപക്ഷവും നമുക്ക് വിശദീകരിച്ചു തന്നു. ഒരാൾ വികാരത്തോടു കൂടിയാണ് തൻ്റെ ഔറത്തിനെ മനഃപൂർവ്വമാണ് സ്പർശിക്കുന്നതെങ്കിൽ അവർ വുളു എടുക്കട്ടെ. എന്നാൽ മനഃപൂർവ്വമല്ലാത്ത ഒരു സ്പർശനമാണെങ്കിൽ അവർ വുളു എടുക്കേണ്ടതില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അതിനുള്ള കാരണം നമുക്കറിയാം. നാം മറ്റൊരു ദർസിൽ പഠിച്ച ഒരു കാര്യമാണ്, ഒരാളുടെ ലൈംഗികാവയവത്തിൽ നിന്ന് പുറത്തു വരുന്ന മദി എന്ന് പറയുന്ന പദാർത്ഥം ലൈംഗിക വികാരമുണ്ടാകുമ്പോൾ വരുന്നതാണ്. ഇന്ദ്രിയസ്ഖലനമുണ്ടാവുന്നതിന് മുമ്പ് പുറത്തു വരുന്നതാണത്. അത് വന്നാൽ വുളു മുറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല, അത് വുളുവിനെ മുറിച്ച് കളയുന്നതാണ്. പലപ്പോഴും വികാരത്തോടു കൂടി സ്പർശിക്കുമ്പോൾ അത് പുറപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഒരാൾ സ്പർശിക്കുമ്പോൾ ഇതിനുള്ള സാധ്യതയുള്ളതിനാൽ അവർ വുളു എടുക്കേണ്ടതാണ്. അവിടെ കേവലം ലൈംഗികാവയം സ്പർശിച്ചു എന്നതിനേക്കാൾ ആ സ്പർശിക്കാനുണ്ടായ കാരണമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ആ ഒരു വികാരത്തോടു കൂടിയാണ് സ്പർശിച്ചതെങ്കിൽ അവർ വുളു എടുക്കട്ടെ. എന്നാൽ അതല്ലാത്ത രൂപത്തിൽ അറിയാതെയോ അതല്ലെങ്കിൽ മറ്റു ഉദ്ദേശത്തോടു കൂടിയോ ആണ് സ്പർശിച്ചതെങ്കിൽ അവിടെ വുളു മുറിയുന്ന ഒരു പ്രശ്നം തന്നെയില്ല. അതുകൊണ്ട് ഈ രണ്ട് സന്ദർഭമാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം എന്ന് വളരെ ഭംഗിയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് വ്യത്യസ്തമെന്ന് തോന്നുന്ന രണ്ട് ഹദീസുകൾ രണ്ടും സ്വഹീഹാണെങ്കിൽ പണ്ഡിതന്മാർ അതിനെ ജംഅ് ചെയ്യുന്നത് ഈ ഒരു രൂപത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.